നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായരുടെ വീട്ടിൽ കവർച്ച നടത്തിയ കേസിൽ ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുകയാണ്. എം.ടിയുടെ വീട്ടിലെ പാചകക്കാരിയും ഒപ്പം തന്നെ ബന്ധുവുമാണ് പോലീസ് പിടിയിലായിട്ടുള്ളത്. കെ.വി. രാഹുലുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. രാഹുൽ, എപ്പോഴാണ് ഇവർ പിടിയിലായത്? എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത്? അക്ഷയ, പ്രതികളെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. അതായത് ഇന്നലെയാണ് നടക്കാവ് പോലീസ് മോഷണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. എം.ടിയുടെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ്, അതായത് ബാങ്ക് ലോക്കർ മാറ്റുന്നതിന്റെ ഭാഗമായി വെച്ചിരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയിരുന്നത്. 26 പവന്റെ ആഭരണങ്ങൾ, പല രീതിയിലുള്ള സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയിരുന്നത്. അപ്പോൾ ഈ അലമാരയിൽ സൂക്ഷിച്ചിരുന്നതാണ്. പക്ഷെ അലമാര പൊളിക്കുകയോ അല്ലെങ്കിൽ വീട്ടിനകത്ത് മറ്റു ലക്ഷണങ്ങളോ ഒന്നും തന്നെ, തകർച്ച അങ്ങനെയൊന്നും തന്നെ മോഷ്ടാക്കൾ കയറിയതിൻ്റെതായ ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീടുമായി ഇടപഴകുന്ന ആളുകൾക്കാണ് ഇതിൽ പങ്ക് എന്നതായിരുന്നു പോലീസിന്റെ തുടക്കം മുതൽ തന്നെയുള്ള സംശയം. ഇതിന്റെ ഭാഗമായി അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ വീട്ടിൽ പാചകക്കാരിയായി ജോലി ചെയ്തിരുന്ന സ്ത്രീയെയും ബന്ധുവിനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അവരെ ഞാൻ പറഞ്ഞതുപോലെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. സ്വർണ്ണാഭരണങ്ങൾ കുറച്ചെങ്കിലും കണ്ടു കിട്ടി എന്നുകൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം പ്രതികളെ മാധ്യമങ്ങൾക്ക് മുൻപിലടക്കം ഹാജരാക്കും എന്നാണ് പോലീസ് എന്തായാലും ഈ ഘട്ടത്തിൽ പറയുന്നത്. ഏകദേശം 1 മാസം മുൻപാണ് ഈ ആഭരണങ്ങൾ നഷ്ടമായതെന്നാണ് മനസ്സിലാക്കുന്നത്. എം.ടിയുടെ ഭാര്യയാണ് പോലീസിൽ പരാതി നൽകുന്നത്. അതായത് അലമാര മുൻപ് പരിശോധിച്ച സമയത്ത് എല്ലാ ആഭരണങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. പിന്നീട് കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഈ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഡോഗ് സ്ക്വാഡൊക്കെ വന്ന് വീട്ടിൽ വിശദമായ പരിശോധന നടത്തിയിരുന്നു. ഏതായാലും ഈ അലമാര തകർക്കുകയോ അല്ലെങ്കിൽ മറ്റു ലക്ഷണങ്ങളൊന്നും തന്നെ വീട്ടിൽ പിടിയിലായ ആളുകൾ രണ്ടുപേരാണോ? അവര് രണ്ടുപേരും, ഒരു സ്ത്രീ, ഒന്ന് പാചകക്കാരിയാണ്, മറ്റേ ആൾ ആരാണ്? ഒപ്പം തന്നെ ഇവര് കോഴിക്കോട് തന്നെ ഉണ്ടായിരുന്നോ? എവിടെ നിന്നാണ് പോലീസിന് ഇവരെ പിടികൂടുന്നത്? പക്ഷെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തായാലും ലഭ്യമായി വരുന്നതേ ഉള്ളൂ. മണിക്കൂറുകൾക്കകം തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നതാണ്. ഒന്ന് സ്ത്രീയാണ്, പറഞ്ഞതുപോലെ വീട്ടിൽ പാചകക്കാരിയായി ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. ഒന്ന് അവരുടെ ബന്ധുവാണ് എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ബാക്കി കാര്യങ്ങളൊക്കെ പ്രതികളിൽ നിന്ന് വിശദമായി കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി വരുന്നു എന്നാണ് ഏതായാലും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഞാനീ പറഞ്ഞതുപോലെ തന്നെ ഈ അലമാരയിൽ സൂക്ഷിച്ച ആഭരണങ്ങളാണ്. അതായത് അലമാര തകർക്കുകയോ പൂട്ട് തകർക്കുകയോ, മറ്റ് മോഷ്ടാക്കൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പൂട്ട് തകർക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ഉള്ള വാതിലൊക്കെ തകർക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഇവിടെ ആ വിധത്തിലുള്ള ലക്ഷണങ്ങളൊന്നും തന്നെ കിട്ടിയിരുന്നില്ല പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചപ്പോഴും. അതുകൊണ്ട് തന്നെ വീടുമായി അടുത്ത ബന്ധത്തിലുള്ള ഇടപഴകുന്ന ആളുകളാണ് പിന്നിലെന്ന സംശയമാണ് ഉണ്ടായിരുന്നത്. അതേതായാലും ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് രണ്ടുപേരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ രാഹുൽ, അതായത് ഈ എം.ടി ഇന്നലെ നയൻതാര റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇത് വലിയ രീതിയിൽ വാർത്തയാക്കേണ്ടെന്നുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ സംശയം ഉണ്ടായിരുന്നോ? ഈ ജോലിക്കാരിയെ ഏതെങ്കിലും തരത്തിൽ സംശയം ഉണ്ടായിരുന്നോ? അതോ പോലീസ് പ്രാഥമികമായി തന്നെ രാഹുൽ പറഞ്ഞതുപോലെ താക്കോൽ ഉപയോഗിച്ച് അലമാര തുറന്ന നിലയിലൊക്കെ ആയിരുന്നു, ആ വീടുമായി ഇടപഴകി പരിചയമുള്ള ആൾ എന്ന രീതിയിൽ പോലീസ് അന്വേഷണത്തിലാണോ ഇവരിലേക്ക് എത്തിയത്? വളരെ പെട്ടെന്ന് തന്നെ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടല്ലോ കേസിൽ. അതായത് പോലീസ് എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നതാണ്. ഇതിലും പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ രേഖപ്പെടുത്തും എന്നാണ് പോലീസ് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ, കുടുംബത്തിന് വിധത്തിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊരു പ്രതികരണം ലഭ്യമായിട്ടില്ല എന്നതാണ്. അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വീട്ടുമായി അടുത്തു നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് പിന്നിലെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അലമാരയുടെ അടുത്ത് തന്നെ വെച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് അലമാര തുറന്നതിന് ശേഷമാണ് ആഭരണങ്ങൾ എടുത്തത് എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. അത് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളതും. ബാക്കി കാര്യങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക്. കെ.വി. രാഹുൽ കോഴിക്കോട് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായരുടെ വീട്ടിൽ കവർച്ച നടത്തിയ സംഘം പിടിയിലായിരിക്കുകയാണ്.